സോ ഫിൽട്ടേഴ്സ് അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫിൽട്ടർ കപ്പാസിറ്റീവ് ഫിൽട്ടർ ആണ്. കപ്പാസിറ്റീവ് ഫിൽട്ടറിൽ നമുക്ക് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ലോഡ് ഉണ്ടാവും, RL ഉണ്ടാവും, കപ്പാസിറ്റൻസ് C ഉണ്ടാവും. സോ ഈ പാർട്ട് റെക്ടിഫയർ ആയിരിക്കും. റെക്ടിഫയർ സർക്യൂട്ട്. റൈറ്റ്. സോ ഈ അറേഞ്ച്മെന്റ് നമ്മൾ C ഫിൽട്ടർ എന്ന് പറയും. കപ്പാസിറ്റർ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് ടെർമിനൽസ്. റൈറ്റ്. നിങ്ങൾക്കറിയാം നമ്മൾ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഫുൾ വേവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വേവ് ഫോം കണ്ടിന്യൂസ് ആയിട്ട് ഹാഫ് സൈക്കിൾസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഫുൾ വേവ് ആണെങ്കിൽ. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം കപ്പാസിറ്റർ മാക്സിമം വോൾട്ടിലേക്ക് ചാർജ് ചെയ്യും. പിന്നെ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് പീക്ക് എത്തിക്കഴിഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾ പീക്ക് എത്തിക്കഴിഞ്ഞാൽ കപ്പാസിറ്റർ നമ്മൾ നേരത്തെ ക്ലാമ്പറിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ VM-ലൂടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. പിന്നെ ഇൻപുട്ട് ഡിക്രീസ് ചെയ്യാണ്. ഇൻപുട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡയോഡ് റെക്ടിഫയറിന് സീരീസ് ആയിട്ടുള്ള ഡയോഡ് ഓഫ് ആയിട്ട് മാറും. ഓക്കെ, ഓഫ് ആയിട്ട് മാറുമ്പോൾ കപ്പാസിറ്റർ ലോഡിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യും. കുറച്ച് വോൾട്ടേജ് കുറയും. റൈറ്റ്. വീണ്ടും അപ്പോൾ തന്നെ ഇൻപുട്ട് വരും, കപ്പാസിറ്ററിനുള്ള ഇൻപുട്ട് വരും. വീണ്ടും കപ്പാസിറ്റർ ചാർജ് ചെയ്യും. വീണ്ടും റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് കുറയുമ്പോൾ കപ്പാസിറ്റർ റെസിസ്റ്റൻസിലൂടെ ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ റെസിസ്റ്റൻസിന്റെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ R വളരെ കൂടുതലാണെങ്കിൽ ഡിസ്ചാർജിങ് സ്ലോലി ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ഡിസ്ചാർജിങ് സ്ലോ ആയിട്ടായിരിക്കും നടക്കുക. പയ്യെ ആയിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവും. റൈറ്റ്. സോ റിപ്പിൾ ഫാക്ടർ പയ്യെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വേവ് ഫോം എങ്കിൽ പയ്യെ ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അവിടെ DC കമ്പണന്റ് കൂടുകയാണ് കമ്പയർഡ് ടു ഈ കേസ് അല്ലെ. പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ DC കമ്പണന്റ് കുറയാണ് ചെയ്യുന്നത് അല്ലെ. സോ പയ്യാണ് ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് DC കമ്പണന്റ് കൂടുതൽ ഉണ്ടാവും എന്ന് പറയാം, അല്ലെങ്കിൽ റിപ്പിള് കുറവായിരിക്കും എന്ന് പറയാം. സോ റിപ്പിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/RL ആയിരിക്കും. RL കൂടുന്തോറും റിപ്പിള് കുറയും. റൈറ്റ്. അതേപോലെ തന്നെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അത് സ്ലോ ആയിട്ടായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവുക. കുറെ സമയത്തിനും അതിന് ചാർജ് വോൾട്ടേജ് ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ റിപ്പിൾ ഈസ് അഗൈൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു C ആയിരിക്കും. റൈറ്റ്. ഇനി നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിഗ്നൽസ് വളരെ അടുത്തടുത്താണ് വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടാണ് സൈക്കിൾസ് വരുന്നതെങ്കിൽ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ നമുക്ക് നോക്കി ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് DC കമ്പണന്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതായത് കപ്പാസിറ്റർ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അടുത്ത സൈക്കിൾ വരും. ഈ ഫ്രീക്വൻസി ഇസ് മോർ. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേനും അടുത്ത ഇൻപുട്ട് വരും. അപ്പൊ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യും. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും. താഴെ പോകുന്ന വോൾട്ടേജ്, കുറയുന്ന വോൾട്ടേജ് കമ്പാരറ്റീവ്ലി കുറവായിരിക്കും. അപ്പൊ ഫ്രീക്വൻസി കൂടുമ്പോഴും DC കമ്പണന്റ് ഇംപ്രൂവ് ആവും, AC കമ്പണന്റ് കുറയും. ഓർ ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് റിപ്പിൾ കുറയും. സോ റിപ്പിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/F ആയിരിക്കും. ഫ്രീക്വൻസി കൂടുമ്പോൾ റിപ്പിൾ കുറയും. സോ റിപ്പിൾ ഫാക്ടറിന്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതുമ്പം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈഡ് ബൈ ബാക്കിയൊക്കെ പ്രൊപ്പോർഷണാലിറ്റി എന്താണ്? ഇൻവേഴ്സിലി ആണ് അല്ലെ. ഇൻവേഴ്സിലി ആണ്. എന്തിനൊക്കെയാണ്? F ഉണ്ട്, C ഉണ്ട്, ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്, R. റൈറ്റ്. And that constant is equal to 1/4√3. ഡെറിവേഷൻ ഉണ്ട്, ഡെറിവേഷനിലൂടെ നമ്മൾ പോകുന്നില്ല എന്ന് മാത്രം. അപ്രോക്സിമേറ്റ് എക്സ്പ്രഷൻ ആണ് 1/4√3.
k equal to 1/4√3 ആണ്. Then അവിടെ inversely proportional to f ആണ്, inversely proportional to c ആണ്, inversely proportional to RL ആണ്, ലോഡ് ആണ്. സോ ഒരു കപ്പാസിറ്റർ ഫിൽറ്ററിൽ ripple is inversely proportional to C, load resistance RL, and the frequency of operation F. And the proportionality constant is called 1/4√3. Its value is 1/4√3. It's a constant. Right. This is full wave in the case. Full wave rectifier. Right. Half wave ആണെങ്കിൽ നിങ്ങൾക്കറിയാം റിപ്പിൾ കൂടുതലായിരിക്കും. റൈറ്റ്. ഫ്രീക്വൻസി പകുതിയായിട്ട് മാറിയിട്ടുണ്ടാവും. റൈറ്റ്. സോ ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ റിപ്പിൾ ഫാക്ടർ വിൽ ഇൻക്രീസസ് ടു 2 ഫാക്ടർ കൂടും. സോ 1/4√3ക്ക് പകരം 2√3 ആയിരിക്കും. എഫ് സി ആർ അതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പ്രൊപ്പോർഷണാലിറ്റിയിൽ കോൺസ്റ്റന്റ് വ്യത്യാസം ഉണ്ടാവും. കോൺസ്റ്റന്റ് ഡബിൾ ആവും, അല്ലെങ്കിൽ റിപ്പിള് ഡബിൾ ആവും അപ്രോക്സിമേറ്റ്ലി. സോ 1/2√3 ടൈംസ് 1/FCRL ആയിരിക്കും കപ്പാസിറ്റർ ഫിൽറ്ററിന്റെ റിപ്പിൾ ഫാക്ടറിന്റെ എക്സ്പ്രഷൻ ഇഫ് ദ റെക്ടിഫയർ യൂസ്ഡ് ഈസ് ഹാഫ് വേവ് റെക്ടിഫയർ HWR. അപ്പൊ കപ്പാസിറ്റർ ഫിൽറ്ററിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അവിടെയാണ് അതിന്റെ അപ്ലിക്കേഷൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ലോഡിന് അക്രോസ് ആയിട്ട് കപ്പാസിറ്റർ ആണ് കണക്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ദിസ് ഫിൽറ്റർ കപ്പാസിറ്റർ ഫിൽറ്റർ okay, important ആണ്. കപ്പാസിറ്റർ ഫിൽറ്റർ can be used with both half wave rectifier and full wave rectifier. റിപ്പിൾ ഫാക്ടറിലെ വ്യത്യാസം ഉണ്ടാവും ഓഫ് കോഴ്സ്, പക്ഷെ അത് പോസിബിൾ ആണ്. നമുക്ക് ഹാഫ് വേവിലും ഫുൾ വേവിലും നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാം. എൽ ഫിൽറ്റർ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ കപ്പാസിറ്റർ ഫിൽറ്റർ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കൂടെയും ഫുൾ വേവിന്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം. റൈറ്റ്. അതിനൊരു പ്രോബ്ലം, ഔട്ട്പുട്ടിൽ കപ്പാസിറ്റർ ഷണ്ടായിട്ട് വരുന്നുണ്ട്. കപ്പാസിറ്റർ ഡ്രോസ് മോർ കറന്റ്. കപ്പാസിറ്റർ ഡ്രോസ് മോർ കറന്റ്. കപ്പാസിറ്റർ ഒരുപാട് കറണ്ട്, ചാർജിങ് കറണ്ട് ആയിട്ട് പോവാം. അപ്പൊ അത്രയും കറണ്ട് സപ്ലൈ ചെയ്യുന്ന കപ്പാസിറ്റി ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സർക്യൂട്ടിന് ഉണ്ടാവണം. അത് വേണമെങ്കിൽ നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. Capacitor filter draws more current. Right? ഇതിന് ഡ്യുവൽ ആണ് സീരീസ് എൽ ഫിൽറ്റർ. അപ്പൊ ഇതിനെ വേണമെങ്കിൽ എനിക്ക് ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കപ്പാസിറ്റർ ഔട്ട്പുട്ടിന് ഷണ്ട് ആയിട്ടാണ്. സോ ഇറ്റ്സ് എ ഷണ്ട് കപ്പാസിറ്റർ. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും proportionality for ripple factor with respect to load resistance, capacitance value, and the frequency of oscillation. അപ്പോൾ ആറും സിയും നമ്മൾ കൂടുതലാക്കുവാണെങ്കിൽ നമുക്ക് റിപ്പിള് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, DC ഔട്ട്പുട്ട് ലെവല് കിട്ടാൻ പറ്റും. റൈറ്റ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് DC കമ്പണന്റ് കൂട്ടാൻ പറ്റും. അതായത് റിപ്പിള് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ റിപ്പിൾ ഫാക്ടർ കുറയ്ക്കാൻ പറ്റും. Ripple factor is a measure of the AC ripple at the output side. Okay, no? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിന്റെ ഡ്യുവൽ ഫിൽറ്റർ ആണ് സീരീസ് എൽ ഫിൽറ്റർ. റൈറ്റ്. സീരീസ് എൽ ഫിൽറ്റർ. സീരീസ് എൽ ഫിൽറ്റർ. അതിൽ റെക്ടിഫയറിന്റെ സെക്കൻഡറിയിൽ, ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ റെക്ടിഫയർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മൾ സീരീസ് ആയിട്ട് ഒരു ചോക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും, സീരീസ് ആയിട്ട് ഇൻഡക്ടർ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ ബ്ലോക്ക് റെക്ടിഫയർ ആയിരിക്കും. റെക്ടിഫയർ എൽ ഇൻഡക്ടൻസ് ഉള്ള ചോക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. ദെൻ ഫോളോഡ് ബൈ ലോഡ് റെസിസ്റ്റൻസ് ആർ. റൈറ്റ്. നമുക്ക്
ഔട്ട്പുട്ട് ഉണ്ടാവും. വി ഔട്ട് ചേർന്നില്ല. റൈറ്റ്. ഓർക്കുക നിങ്ങൾ ഇൻഡക്റ്റൻസ് ഓർ ചോക്ക് ഫിൽറ്ററിൽ ഇൻഡക്റ്റൻസ് ചോക്ക് നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ആക്ച്വൽ ഔട്ട്പുട്ട് ടെർമിനലിനും റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിനും സീരീസ് ആയിട്ടാണ് ചോക്ക് അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് അപ്പിയർ ചെയ്യുക. റൈറ്റ്. ഇൻഡക്റ്റൻസിന്റെ പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം, അതിന്റെ ഇമ്പിഡൻസ് ഒമേഗ എൽ ആണ് അല്ലെ, ഒമേഗ എൽ. സോ ഇഫ് ഒമേഗ ഓർ ഫ്രീക്വൻസി ഈക്വൽ ടു 0 ഓർ ഡി സി സിഗ്നലിന് അതിന്റെ ഇമ്പിഡൻസ് 0 ഓം ആയിരിക്കും അല്ലെ, ഇമ്പിഡൻസ് 0 ആയിരിക്കും. ഒമേഗ എൽ ആണ് അതിന്റെ ഇമ്പിഡൻസ് സെഡ്. ഒമേഗ 0 ആണെങ്കിൽ ഡി സി കണ്ടീഷൻ ആണ്, അതിന്റെ ഇമ്പിഡൻസ് 0 ആയിരിക്കും. അപ്പൊ ഡി സി സിഗ്നൽസിനെ അത് ഈസി ആയിട്ട് ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യും. എ സിയിൽ ഫ്രീക്വൻസി കൂടുന്തോറും ഒമേഗ കൂടുന്തോറും, ഒമേഗ ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റ് ആവുകയാണെങ്കിൽ എ സി കണ്ടീഷൻസിൽ ഫ്രീക്വൻസി കൂടുന്തോറും ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റ് ആവും, ഐഡിയൽ കേസിൽ ഫ്രീക്വൻസി ഇൻഫിനിറ്റ് ആവുകയാണെങ്കിൽ ഒമേഗ എൽ വിൽ ബി ഇൻഫിനിറ്റി ആവും. ഓർ എ സിക്ക് അത് ഓപ്പൺ ആയിട്ട് ആക്ട് ചെയ്യും, അതായത് എ സി അത് ബ്ലോക്ക് ചെയ്യും. സോ ഇറ്റ് പാസസ് ഡി സി, അലൗസ് ഡി സി ആൻഡ് ബ്ലോക്സ് എ സി സിഗ്നൽസ്. അപ്പൊ ഇൻഡക്ടർ നിങ്ങൾക്ക് കണക്ഷൻ നോക്കിയാൽ അറിയാം, ലോഡിന് സീരീസ് ആയിട്ടാണ് ഇൻഡക്ടർ അപ്പിയർ ചെയ്യുന്നത്. റൈറ്റ്. ഇൻഡക്ടറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇൻഡക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് 0 ആയി കഴിഞ്ഞാൽ ബാക്ക് ഇ എം എഫ് ഉണ്ടാവും അല്ലെ. കറണ്ട് നമുക്ക് 0 ആക്കാൻ പറ്റില്ല. ഒരു മിനിമം ഓപ്പറേറ്റിംഗ് കറണ്ട് എപ്പോഴും ഇൻഡക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവണം, എന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. റൈറ്റ്. ഇൻഡക്ടറിൽ കറണ്ട് 0 ആവുകയും പിന്നെ കറണ്ട് 0 മുകളിലോട്ട് പോവുകയും ചെയ്യുന്ന സമയത്ത് ചേഞ്ചസ് ഉണ്ടാവും. ആ ചേഞ്ചസ് ബാക്ക് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇൻഡക്ടറിലെ കറണ്ട് നമ്മൾ 0 പോവാതെ എൻഷുർ ചെയ്യണം. ഏത് ടൈപ്പ് ഫിൽറ്ററിൽ? എൽ ഫിൽറ്റേഴ്സ് ഓർ ഇൻഡക്ടർ ടൈപ്പ് ഫിൽറ്റർ. റൈറ്റ്. അപ്പൊ അതിന് നമ്മളൊരു റെസിസ്റ്റൻസും ഒരു ബയസിംഗ് ഒക്കെ ഉപയോഗിക്കും ഔട്ട്പുട്ട് സൈഡിൽ. അതിനെ നമ്മൾ വിളിക്കും ബ്ലീഡർ റെസിസ്റ്റർ എന്ന് വിളിക്കും. ബ്ലീഡർ റെസിസ്റ്റർ. Right. Bleeder is used to ensure minimum current, to ensure minimum operating current through the choke. Right. അത് എൻഷുർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്ക് ഇ എം എഫ് ഉണ്ടാവും. ആ ബാക്ക് ഇ എം എഫ് റെക്ടിഫയറിന്റെ ഈ സൈഡിലുള്ള ഡയോഡ്സ് ആണ്. ആ ഡയോഡ്സിന്റെ പി ഐ വി റേറ്റിനേക്കാളും കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഡയോഡ് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ ടു പ്രൊട്ടക്ട് ദ ഡയോഡ്സ് ഫ്രം ദ ബാക്ക് ഇ എം എഫ് ഓഫ് ദ ചോക്ക്, വി ആർ യൂസിങ് എ ബ്ലീഡർ റെസിസ്റ്റർ. ബ്ലീഡർ റെസിസ്റ്റർ എന്താ ചെയ്യുന്നത്? അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാത്താണ്. നമ്മൾ ഇതിനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്യും, സർക്യൂട്ട് കണക്ട് ചെയ്യും. ആ സർക്യൂട്ട് എപ്പോഴും ഒരു മിനിമം കറണ്ട് ഇൻഡക്ടറിൽ കൂടെ എൻഷുർ ചെയ്യും. റൈറ്റ്. ഇൻഡക്ടർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് എപ്പോഴും ഒരു മിനിമം കറണ്ട് ഫ്ലോ ചെയ്യണം. റൈറ്റ്. ഈ ചോക്ക് ഫിൽറ്റർ ഓർ എൽ ഫിൽറ്റർ ബെറ്റർ പെർഫോമൻസ് തരുന്നത് ഹൈ ലോഡ് കറൻസിലാണ്. ബെറ്റർ പെർഫോമൻസ് വൺ വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ബെറ്റർ പെർഫോമൻസ് കിട്ടുക നമുക്ക് ഹൈ ലോഡ് കറൻസിലായിരിക്കും. ബിക്കോസ് ഇൻഡക്ടർ എപ്പോഴും കമ്പാരറ്റീവ്ലി നല്ല കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും. സോ ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസിൽ നമ്മൾ ചോക്ക് ഫിൽറ്റർ പ്രിഫർ ചെയ്യും. റൈറ്റ്. ഹൈ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോഡ് RLന്റെ വാല്യൂ കുറവായിരിക്കും അല്ലെ. സോ എൽ ഫിൽറ്റർ ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസിലാണ് ഉപയോഗിക്കുക. വേറെ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ രീതിയിൽ നമുക്കത് പറയാം. എങ്ങനെയാണ്? ലോ വാല്യൂ ഓഫ് എന്തായിരിക്കണം? ലോഡ് റെസിസ്റ്റൻസ് അല്ലെ. കറണ്ട് കൂടുതലാവാന്ന് പറഞ്ഞാൽ ലോഡ് കുറയാന്നാണ്. സോ ലോ ലോഡ് ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ കൂടുതലും എൽ ടൈപ്പ് ഫിൽറ്റർ ഓർ ചോക്ക് ഫിൽറ്റർ ഉപയോഗിക്കാറ്. Right.
സോ കറണ്ട് കൂടുമ്പോഴാണ് അതിന്റെ പെർഫോമൻസ് ബെറ്റർ ആവുന്നത്. റൈറ്റ്. ആൻഡ് ദ എക്സ്പ്രഷൻ ഫോർ റിപ്പിൾ ഫാക്ടർ ആർ is equal to RL upon load resistance upon 3√2, അതൊരു കോൺസ്റ്റന്റ് ആണ്, 3√2 ടൈംസ് ഒമേഗ എൽ. അത് നിങ്ങൾക്കറിയാം. ഒമേഗ എൽ നോക്കിയാൽ നിങ്ങൾ എ സിക്ക് ഒമേഗ എല്ലിന്റെ വാല്യൂ കൂടും. സോ എ സി കമാൻഡ്സ് ബ്ലോക്ക് ചെയ്യണം. സോ ആസ് ഒമേഗ ഇൻക്രീസസ് കൂടുതൽ ബ്ലോക്കിംഗ് ഉണ്ടാവും, ബെറ്റർ ഡി സി കണ്ടീഷൻ കിട്ടും. റൈറ്റ്. സോ ഇൻഡക്ടൻസിന്റെ വാല്യൂ കൂടുന്തോറും റിപ്പിള് കുറയണം. അത് കോമൺ സെൻസ് ആണ്. അതിനാണ് നമ്മൾ ഇൻഡക്ടൻസ് ഉപയോഗിക്കുന്നത്. കൂടുതൽ വാലിഡ് ഇൻഡക്ടൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. സോ ആസ് എൽ ഇൻക്രീസസ് റിപ്പിൾ ഫാക്ടർ വിൽ ഡിക്രീസ്. അതേപോലെ തന്നെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഹൈ ഫ്രീക്വൻസീസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് റിപ്പിള് കുറവായിരിക്കും, അല്ലെങ്കിൽ ഡി സി കമ്പണന്റ് കൂടുതലായിരിക്കും. കാരണം ഹൈ ഫ്രീക്വൻസീസിനെ ഇൻഡക്ടൻസ് ബ്ലോക്ക് ചെയ്യും, ഹൈ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. സോ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആസ് എഫ് ഇൻക്രീസസ് then ripple decreases. Right. RL ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ലോഡ് റെസിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഞാൻ പറഞ്ഞു ലോ വാല്യൂസ് ഓഫ് RL ആണ് ഹൈ പെർഫോമൻസ് ഉണ്ടാവുക. സോ ലോ വാല്യൂസ് ഓഫ് R ആവുന്ന സമയത്ത് നല്ല പെർഫോമൻസ് ആയിരിക്കും. ആറിന്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ചിട്ട് റിപ്പിളിന്റെ എമൗണ്ടും കുറയും. സോ ആസ് RL decreases, റിപ്പിൾ ഫാക്ടർ decreases. R കുറയുന്ന സമയത്ത് ചോക്കിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൂടും. ഇൻഡക്ടർ എപ്പോഴും ബെറ്റർ പെർഫോമൻസ് തരിക ഹൈ കറണ്ട്സിലായിരിക്കും. അപ്പം R കുറയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും ഇൻഡക്ടൻസ് തരുന്നുണ്ടാവുക. നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ റിപ്പിള് കുറവായിരിക്കും. സോ R കുറയുമ്പോൾ R കുറയുന്ന സമയത്ത് കറണ്ട് കൂടും. കറണ്ട് കൂടുമ്പോൾ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും, റിപ്പിള് കുറവായിരിക്കും. Right. So as R decreases, the performance improves, the ripple factor decreases. R increases, the ripple factor decreases. So R decreases, the ripple factor decreases. R decrease ചെയ്യുമ്പം കറണ്ട് ഇൻക്രീസ് ചെയ്യും, പെർഫോമൻസ് കൂടും. സോ റിപ്പിളിന്റെ എമൗണ്ട് കുറയും. സോ റിപ്പിൾ ഫാക്ടർ ഡിക്രീസസ്. കപ്പാസിറ്റർ ഫിൽറ്ററിൽ ലോഡ് റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ആയിരുന്നു റിപ്പിൾ ഫാക്ടർ R കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. ഈ കേസിൽ RL കൂടുന്ന സമയത്ത് റിപ്പിൾ ഫാക്ടർ കുറയും. ഇൻഡക്റ്റീവ് ടൈപ്പ് ഫിൽറ്റർ ആണെങ്കിൽ, എൽ ഫിൽറ്റർ ആണെങ്കിൽ, ചോക്ക് ഫിൽറ്റർ ആണെങ്കിൽ R കൂടുന്ന സമയത്ത് റിപ്പിൾ കൂടാണ് ചെയ്യുക. ഓപ്പോസിറ്റ് ബിഹേവിയർ ആണ്. ഓർ ദ അതർ വേ, R decreases, ripple factor decreases. Right. Or ripple factor ലോഡ് റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ചോക്ക് ഫിൽറ്ററിൽ അല്ലെങ്കിൽ എൽ ഫിൽറ്ററിൽ. നേരെ തിരിച്ച് ലോഡ് റെസിസ്റ്റൻസും റിപ്പിൾ ഫാക്ടറും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് കപ്പാസിറ്റീവ് ഫിൽറ്ററിന്റെ കേസ്. കപ്പാസിറ്റീവ് ഫിൽറ്ററിന്റെ കേസ് ഓക്കെ ആണോ? സോ ഹൈ കറണ്ട് ആപ്ലിക്കേഷനിലാണ് നമ്മളത് പ്രിഫർ ചെയ്യുക, ചോക്ക് ഫിൽറ്റർ പ്രിഫർ ചെയ്യുക. ചോക്ക് ഫിൽറ്ററിന് വേറൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ഹാഫ് റെക്ടിഫൈഡ് വേവ് ഫോം എടുക്കുകയാണെങ്കിൽ, ഇതിൽ നമ്മൾ ചോക്ക് ഫിൽറ്റർ ഇതിന്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയറിയാം കറണ്ട് ഒരുപാട് കുറവായിരിക്കും. ബിക്കോസ് ഒരു ഹാഫ് സൈക്കിൾ മിസ്സിംഗ് ആണ് അല്ലെ. സോ ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് കുറവായിരിക്കും. സോ ലോ കറണ്ട്സ് ആയിരിക്കും കമ്പാരേറ്റീവ്ലി, ലോ കറണ്ട്സ്. സോ ചോക്ക് ഫിൽറ്റർ, എൽ ഫിൽറ്റർ, we are not using with half wave rectifier circuit. Right? Capacitor filter നമുക്ക് both half wave ഉം full wave ഉപയോഗിക്കാം. ഇൻഡക്റ്റീവ് ഫിൽറ്റർ, ചോക്ക് ഫിൽറ്റർ നമുക്ക് ഹൈ കറണ്ട് വേണം. റൈറ്റ്. സോ ഒരു ഹാഫ് സൈക്കിളിൽ കറണ്ട് 0 ആയിട്ട് പോകുന്നുണ്ട്, ഡയോഡ് ഓഫ് ആയതുകൊണ്ട് ഹാഫ് റെക്ടിഫൈഡ് വേവ് ഫോം ആണെങ്കിൽ. സോ വി കനോട്ട്
add choke filter to the half rectified circuit. Right? So we are not using with the half wave rectifier circuit. ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. വൺ വേർഡ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. റൈറ്റ്. ഓക്കെ ആണോ? റൈറ്റ്. അടുത്ത ടൈപ്പ് ഫിൽറ്റർ ആണ് LC ഫിൽറ്റർ. LC ഫിൽറ്റർ നമ്മൾ എല്ലിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കും, കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടിയും ഉപയോഗിക്കും. കോപ്പി ചെയ്തോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ. ഫിൽറ്റേഴ്സ് ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് PSC എക്സാമിനേഷൻസ്. എക്സ്പ്രഷൻ ചോദിക്കാറുണ്ട്, പ്രൊപ്പോർഷണാലിറ്റി ചോദിക്കാറുണ്ട്, മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിക്കാറുണ്ട്. റൈറ്റ്, കോപ്പീഡ്, ഡൺ. ഓർത്തിരിക്കുക, എല്ലില് ന്യൂമറേറ്ററിലാണ് ചോക്ക് ഫിൽറ്ററിൽ RL വരുന്നത് കേട്ടോ, തെറ്റിക്കരുത്, ഓർത്തിരിക്കുക. റൈറ്റ്. എല്ലും സിയും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ LC ഫിൽറ്ററിൽ ഒന്നില് കപ്പാസിറ്റർ ഫിൽറ്റർ ആണെങ്കിൽ നമുക്കറിയാം R ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റിപ്പിൾ ഫാക്ടർ ഡിക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈറ്റ്. L ഫിൽറ്റർ ആണെങ്കിൽ ചോക്ക് ഫിൽറ്ററിന്റെ കേസിൽ R ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റിപ്പിൾ ഫാക്ടർ കൂടുക ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു. Right, so in LC filter, important ആണ് ഓർത്തിരിക്കുക, LC filter the ripple factor R is independent of load resistor. Important ആണ് resistor RL ന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. റൈറ്റ്. റൈറ്റ്. അപ്പൊ റിപ്പിൾ ഫാക്ടറിന്റെ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ LC ഫിൽറ്ററിൽ നിങ്ങൾക്കറിയാം, LC ഫിൽറ്ററിൽ L ഇൻക്രീസ് ചെയ്യുമ്പോൾ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും ഓഫ് കോഴ്സ്, അതേപോലെ C ഇൻക്രീസ് ചെയ്യുമ്പോഴും ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും, അല്ലെ? സോ C പ്രൊപ്പോർഷൻ ടു 1/C ആയിരിക്കും. റൈറ്റ്, സോറി, R പ്രൊപ്പോർഷൻ ടു 1/C ആയിരിക്കും. റിപ്പിൾ ഫാക്ടർ R പ്രൊപ്പോർഷണൽ ടു 1/L ആയിരിക്കും, അല്ലെ? L കൂടുമ്പോഴും C കൂടുമ്പോഴും ബെറ്റർ പെർഫോമൻസ് കിട്ടണമെങ്കിൽ റിപ്പിളിന്റെ എമൗണ്ട് ആണ് റിപ്പിൾ ഫാക്ടർ കാണിക്കുന്നത്, അത് കുറയണം. സോ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, റൈറ്റ്. നിങ്ങൾക്കറിയാം കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC ഈസ് പ്രൊപ്പോർഷണൽ ടു 1/ωc ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL ഈസ് ഈക്വൽ ടു ωL ആണെന്ന് നിങ്ങൾക്കറിയാം, അല്ലെ? ഫ്രീക്വൻസി കൂടുന്തോറും കപ്പാസിറ്റർ ലെസ് റിയാക്ടൻസ് ഓഫർ ചെയ്യും. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ω ആയിരിക്കും. ഹിയർ ω ഈക്വൽ ടു 2πf ആണെന്ന് നിങ്ങൾക്കറിയാം. So ripple factor actually proportional to 1/C ക്ക് പകരം നമുക്ക് 1/reactance എന്ന് എഴുതാം, 1/ωc. Right? And proportional to 1/ωL. Right? AC ക്ക് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുതലായിരിക്കും, കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറവായിരിക്കും. സോ വി ആർ കണക്ടിങ് ഇൻഡക്ടൻസ് ഇൻ സീരീസ്, കപ്പാസിറ്റൻസ് ഇൻ ഷണ്ട്, അല്ലെ? ഇതാണ് നമ്മുടെ LC ഫിൽറ്റർ. ആൻഡ് വി ആർ കണക്ടിങ് ലോഡ് റെസിസ്റ്റൻസ് ഹിയർ. ഇവിടെയാണ് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് RL. റൈറ്റ്. അപ്പൊ നമ്മളെ എയിം AC കളയാന്നുള്ളതാണ്. റൈറ്റ്. അപ്പൊ ഇവിടെ AC കമ്പോണന്റ് ഉണ്ടാവും റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടില്. റൈറ്റ്. AC കമ്പോണന്റ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുതലായിരിക്കും, ഇയാള് ബ്ലോക്ക് ചെയ്യും AC. അപ്പൊ ഇവിടെ DC മാത്രമേ വരുള്ളൂ. ഇനി ബൈ ചാൻസ് എന്തെങ്കിലും AC ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ AC ആര് ബൈപ്പാസ് ചെയ്ത് കളയും? കപ്പാസിറ്റർ ബൈപ്പാസ് ദ AC കമ്പോണന്റ്. കാരണം AC സിഗ്നലിന് കപ്പാസിറ്റീവ് ഇംപിഡൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ ഇവിടെ വരുന്ന AC വോൾട്ടേജസ് ഒക്കെ ഈസി ആയിട്ട് ഇവിടുന്ന് കപ്പാസിറ്റർ വഴി ഗ്രൗണ്ടിലോട്ട് ഫ്ലോ ചെയ്യും. നത്തിങ് വിൽ ഗോ ടു ദ ലോഡ്. റൈറ്റ്. ഷണ്ടായിട്ടാണ് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ഒക്കെ ഷണ്ട് ചെയ്തു പോവും, ലോഡിലോട്ട് പോവില്ല. സോ the proportionality is 1/ωc and 1/ωL. Omega is 2πf. Right.
So the ripple factor is proportional to 1 by omega and omega square, L and C, that is LC. Right. Omega square proportional ആണ്. കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. നേരത്തെയൊക്കെ പ്രൊപ്പോർഷണൽ എന്തായിരുന്നു, ഒമേഗ ആയിരുന്നു താഴെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എഫ് ആയിരുന്നു അല്ലെ. ഇവിടെ ഒമേഗയുടെ സ്ക്വയർ ആണ്, ഫ്രീക്വൻസിയുടെ സ്ക്വയർ ആണ് എൽ സിയിൽ വരുന്നത്. ബാക്കി രണ്ട് കേസിലും അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ അല്ലെങ്കിൽ എഫ് ആയിരുന്നു. റൈറ്റ്. സോ കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് ആണ്. എഫിന്റെ സ്ക്വയർ ആണ് ഡിനോമിനേറ്ററിൽ എൽ സി ഫിൽറ്ററിൽ വരുന്നത്. And that ripple factor can be written as constant is equal to R equal to അവിടെ വരുന്ന കോൺസ്റ്റന്റ് 1/3 root 2 ആണ്. Right. 1/6 root 2 ആണ് എൽ സി ഫിൽറ്ററിൽ. സോ 1/6 root 2, right, constant multiplied by ബാക്കി നമ്മൾ പറഞ്ഞ പ്രൊപ്പോർഷണാലിറ്റി 1 by omega square LC. Omega is nothing but 2 by F, frequency of operation. Right. കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും എൽ സി ഫിൽറ്റർ തരുന്നുണ്ടാവുക. We are having omega square term at the denominator. Okay, no? Denominator. And it is independent of load resistance. അത് important ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കും. Independent of load resistance. ഇവിടെയും നമ്മൾ ഇൻഡക്ടൻസ് ചോക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവിടെയും ബ്ലേഡർ റെസിസ്റ്റർ ആവശ്യമായിട്ട് വരും. ബ്ലേഡർ റെസിസ്റ്റർ that ensures a minimum current flow through the series inductor or choke connected at the output of the rectifier. Okay, no? Bleeder resistor എന്നുള്ള പേര് ഓർത്തിരിക്കുക. അതിന്റെ ഫങ്ഷൻ ഇൻഡക്ടറിൽ കൂടെ ഒരു മിനിമം കറണ്ട് ഫ്ലോ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു അഡീഷണൽ റെസിസ്റ്റൻസും അഡീഷണൽ ബയസും അതിനുണ്ടാവും. നമ്മൾ ഒരു വോൾട്ടേജും കൂടെ കൊടുക്കും. സോ ഒരു കണക്ഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ബ്ലീഡർ റെസിസ്റ്റർ ഇവിടെ ഉണ്ടാവും. ആർ ബി എന്നാണ് അതിനെ വിളിക്കുക. ലേറ്റസ് ഇവിടെ ഒരു 8 volts കൊടുത്തിട്ടുണ്ടാവും. ഒരു വേരിയബിൾ പോയിന്റ് ഉണ്ടാവും. അതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ സോ ദാറ്റ് always inductor will have some current that is proportional to this value. ഒരു variable resistor ആയിട്ടാണ് നമ്മൾ. So bleeder resistor function independent of RL ആയിരിക്കും റിപ്പിൾ, and L-നും C-ക്കും ഒമേഗയ്ക്കും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും റിപ്പിൾ ഫാക്ടർ ഇൻ ദ കേസ് ഓഫ് LC ഫിൽറ്റർ. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പി ചെയ്തോ നിങ്ങൾ? കഴിഞ്ഞോ? ഡൺ. ഫിൽട്ടർ ഡെറിവേഷൻസ് നമ്മൾ പറയുന്നത് ലെങ്തി ആണ്. അതിന്റെ ഫോറിയർ സീരീസ് എടുക്കണം, എന്നിട്ട് റിപ്പിൾ സെപ്പറേറ്റ് ഐഡന്റിഫൈ ഒക്കെ വേണം. അത് ലെങ്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ റിസൾട്ട് മാത്രമേ പറയുന്നുള്ളൂ. പ്രൊപ്പോർഷണാലിറ്റിയും കൂടെ പറഞ്ഞു പോകാം, ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്നുള്ളൂ. Copied? Done? Okay. Right. Then comes our CLC filter. CLC filter. Capacitor ഉണ്ടാവും ആദ്യം, റൈറ്റ്. പിന്നെ സീരീസ് ആയിട്ട് ചോക്ക് ഉണ്ടാവും. വീണ്ടും സെക്കൻഡ് കപ്പാസിറ്റർ ഉണ്ടാവും. So this is C1, this is L, this is C2. Then we have a load resistance R. Okay. So this will be my rectifier output. Rectifier. But then the shape, the simple piക്ക് equivalent ആയതുകൊണ്ട് നമ്മൾ അതിനെ പൈ ഫിൽറ്റർ എന്നൂടെ വിളിക്കാറുണ്ട്. പൈ ഫിൽറ്റർ. റൈറ്റ്. അപ്പോൾ അത് കപ്പാസിറ്റീവ് ഫിൽറ്ററിന്റെ എഫക്റ്റും ഉണ്ട്, ഇൻഡക്റ്റീവ് ഫിൽറ്ററിന്റെ എഫക്റ്റും ഉണ്ട്, പ്ലസ് വൺ മോർ കപ്പാസിറ്റീവ് ഫിൽറ്ററും കൂടി അല്ലേ. ആക്ച്വലി ഇറ്റ് ഫോളോസ് എ കപ്പാസിറ്റർ ഫിൽറ്റർ ഫോളോഡ് ബൈ എ ചോക്ക് എൽ സി ഫിൽറ്റർ അല്ലേ. സി ഫിൽറ്റർ ഉണ്ട്, പിന്നെ ഒരു എൽ സിയും കൂടെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ റിപ്പിൾ ഫാക്ടർ എഴുതുന്ന സമയത്ത് റിപ്പിൾ ഫാക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു, റൈറ്റ്. ഇവിടെ നിങ്ങൾക്കറിയാം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഒമേഗ എൽ ആണ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്
1 by omega C1 ആണ് അല്ലേ? So it is proportional to 1 by omega C1. R is proportional to 1 by omega C2 because both are connected in shunt. And ripple factor is proportional to 1 by omega L. Right? L കൂടുമ്പോഴും C1 കൂടുമ്പോഴും C2 കൂടുമ്പോഴും ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ ഓർ ഒമേഗ കൂടുമ്പോഴും നമുക്ക് ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. ബെറ്റർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് റിപ്പിൾ ഫാക്ടർ ആണ്. സോ റിപ്പിൾ ഫാക്ടർ ഷുഡ് ഡിക്രീസ് ആസ് C1 or C2 or L increases and omega increases. Right? സോ അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് റെസിസ്റ്റൻസിലും കൂടെ കൊണ്ടുവരുന്ന സമയത്ത് കപ്പാസിറ്റി ഫിൽറ്ററിന്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു ആസ് ആർ എൽ ഇൻക്രീസസ് ഡിസ്ചാർജിങ് കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, കുറച്ച് ഡിസ്ചാർജിങ് ഉണ്ടാവുള്ളൂ ആർ എൽ ഉണ്ടെങ്കിൽ അല്ലെ. സോ ഇഫ് ആർ എൽ ഈസ് മോർ ripple factor or ripple will be less. So RL is proportional to 1 by, sorry, ripple factor is proportional to 1 by RL. RL ലോഡ് കൂടുന്നതനുസരിച്ചിട്ട് സ്ലോലി ഡിസ്ചാർജിങ് നടക്കുള്ളൂ. സ്ലോലി ഡിസ്ചാർജിങ് നടക്കുന്ന സമയത്ത് ഡി സി കമ്പോണന്റ് ഇംപ്രൂവ് ആവും. ഡി സി കമ്പോണന്റ് ഇംപ്രൂവ് ആവുമ്പോൾ റിപ്പിൾ കുറയും, റിപ്പിൾ ഫാക്ടർ കുറയും. സോ റിപ്പിൾ ഫാക്ടർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു RL. Right? Similar to our capacitive filter. Right? അപ്പോൾ നമ്മൾ റിപ്പിൾ ഫാക്ടർ എക്സ്പ്രസ് ചെയ്യുമ്പം ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. And that constant is called √2/8. √2/8 multiplied by എത്ര ഒമേഗ ഉണ്ട്? 3 ഒമേഗ ഉണ്ട് അല്ലേ. സോ 1 by omega cube. omega cube multiplied by രണ്ട് കപ്പാസിറ്റൻസസ് ഉണ്ട് അല്ലെ, C1 C2, പിന്നെ ഒരു ഇൻഡക്ടർ ഉണ്ട് L, പിന്നെ ഒരു റെസിസ്റ്റർ ഉണ്ട് R. So this will be its ripple factor expression. This is called the constant. √2/8. Right? √2/8 ചില ബുക്കുകളിൽ ചില ഓപ്ഷൻസിൽ ചിലപ്പോൾ മാറി വരാം കേട്ടോ. √2/8 നമുക്ക് 4 into 2 എന്ന് എഴുതാം. സോ ദാറ്റ് വിൽ ബിക്കം √2 ക്യാൻസൽ ആയിട്ട് 1/4√2 ആയിരിക്കും ചിലപ്പോൾ കോൺസ്റ്റന്റ് കാണിച്ചിട്ടുണ്ടാവുക. അതങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ചെയ്താവുന്നു. അതിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവാം. സോ ഐദർ 1/4√2 or √2/8 ഏത് രീതിയിലും നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാവുന്നു. ഓക്കെ. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ ക്യൂബ് ഓഫ് ഒമേഗ ആണ്. സോ അത് ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. എൽസിൽ നമുക്കത് എന്തായിരുന്നു? ഒമേഗയുടെ പ്രൊപ്പോർഷണാലിറ്റി ഒമേഗ സ്ക്വയർ ആയിരുന്നു അല്ലെ. ഇവിടെ അത് ക്യൂബായി. സോ ഇതാണ് ബെസ്റ്റ് എമംഗ് ഓൾ ഫിൽട്ടേഴ്സ്. ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്നത് പൈ ഫിൽട്ടർ ആണ്, CLC ഫിൽട്ടർ ആണ്. ഇവിടെയും നമ്മൾ ബ്ലേഡർ റെസിസ്റ്റർ ഉപയോഗിക്കേണ്ടി വരും ബിക്കോസ് വി ആർ ഹാവിങ് എ ചോക്ക് ഇൻ സീരീസ്. ആ കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഇവിടെ വേറൊരു കാര്യം നമ്മൾ ഇതിന്റെ കൂടെ എഴുതി വെക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ എൽ ഫിൽട്ടർ ചോക്ക് ഫിൽട്ടർ പറഞ്ഞപ്പം ദാറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ സിറ്റുവേഷൻ കുറച്ചുകൂടെ മാറ്റമുണ്ട്. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ. സോ ഹാഫ് റെക്ടിഫൈഡ് വേവ് ഫോം ഇങ്ങനെ വരുന്ന സമയത്ത്, റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന സമയത്ത് C1 കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് അത് കുറച്ച് ഡിസ്ചാർജ് ഒക്കെ ചെയ്യുമെങ്കിലും നമുക്ക് നോൺ സീറോ വാല്യൂ ഓഫ് വോൾട്ടേജ് ഉണ്ടാവും. റൈറ്റ്? കറണ്ട് സീറോ ആവുന്ന കണ്ടീഷൻ ഉണ്ടാവില്ല, ചെറിയൊരു കറണ്ട് ഉണ്ടാവും. So the pi filter or CLC filter can be used along with half wave rectifier also. Of course performance better ആവുക ഫുൾ വേവിന്റെ കൂടെ ആയിരിക്കും, നമുക്കറിയാം. എങ്കിലും അത് ഹാഫ് വേവിന്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഇല്ല. ഓർത്തിരിക്കുക, ചോക്ക് ഫിൽട്ടർ എൽ ഫിൽട്ടർ നമ്മൾ ഹാഫ് വേവിന്റെ കൂടെ ഉപയോഗിക്കുന്നില്ല. ബട്ട് CLC ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കപ്പാസിറ്ററിന്റെ ഫെസിലിറ്റി ഉണ്ട്, ചാർജ് വോൾട്ടേജ് ഹോൾഡ് ചെയ്യാൻ ഈ രീതിയിൽ. സോ യു ക്യാൻ ഗോ ഫോർ
an half wave rectifier with a pi filter so that output will be filtered out. എന്തായാലും പെർഫോമൻസ് ബെറ്റർ ഫുൾ വേവിന്റെ കൂടെ ആയിരിക്കും, അത് നിങ്ങൾക്കറിയാം. അത് നമ്മുടെ കോമൺ സെൻസ് ആണ്. ബിക്കോസ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിള് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ദെൻ ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ ആണോ? അത് കോപ്പി. ജിൻസി സലീം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഈ എൽ സി ഫിൽറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹാഫ് വേവ് റെക്ടിഫയർ. നോ, എൽ സി ഫിൽറ്ററിൽ നമ്മൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആദ്യം നമ്മൾ കാണുന്നത് സീരീസ് ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ഇൻഡക്ടൻസിലുള്ള കറണ്ട് വളരെ കുറവായിരിക്കും, ഷാർപ്പ് ചേഞ്ചസ് ഉണ്ടാവും, അത് ബാക്ക് EMF ക്രിയേറ്റ് ചെയ്യും. സോ യൂഷ്വലി എൽ സി ഫിൽറ്റേഴ്സ് ആർ നോട്ട് കണക്റ്റഡ് വിത്ത് ഹാഫ് റെക്ടിഫൈഡ് സർക്യൂട്ട്സ്. നെക്സ്റ്റ് നമുക്ക് വേറൊരു ഫിൽറ്റർ നോക്കാനുള്ളത് RC ഫിൽറ്റർ ആണ്. RC ഫിൽറ്റർ, RC ഫിൽറ്റർ. ഓക്കെ, RC ഫിൽറ്റർ. RC ഫിൽറ്റർ നിങ്ങൾ കപ്പാസിറ്റർ ഫിൽറ്റർ ആയിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. RC ഫിൽറ്ററിൽ ഇൻപുട്സ് ഉള്ള ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും, C1 ഉണ്ടാവും, ദെൻ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും, R ഉണ്ടാവും, ദെൻ സെക്കൻഡ് കപ്പാസിറ്റർ ഉണ്ടാവും, ദെൻ ലോഡ് റെസിസ്റ്റൻസ് R ഉണ്ടാവും, C2. Right? And this resistance R is equivalent to the L in the pi filter. Okay. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ചെയ്യുന്ന സമയത്ത് റിപ്പിൾ R equal to R proportional to, നമുക്കറിയാം രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, 1/ωc1 ആയിരിക്കും, റിപ്പിൾ പ്രൊപ്പോർഷണൽ ടു 1/ωc2 ആയിരിക്കും. RLന്റെ കേസ് നമുക്കറിയാം, C2 ഉം RL ഉം ഷണ്ടായിട്ട് വരുന്നുണ്ട്, റിപ്പിൾ വിൽ ബി പ്രൊപ്പോർഷണൽ ടു 1/RL ആയിരിക്കും. ഞാൻ പറഞ്ഞു ഈ R ഈക്വലൻ ടു L ആണ്. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു L ആയിരുന്നു നേരത്തെ, ωL ആയിരുന്നു നേരത്തെ പൈ ഫിൽറ്ററിൽ. സിമിലർ ടു ദാറ്റ് ωL എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംപിഡൻസ് ആയിരുന്നു, റൈറ്റ്, കറസ്പോണ്ടിങ് ടു R ആണ് ഇവിടെ. സോ റിപ്പിൾ ഫാക്ടർ ഈസ് അഗെയിൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആയിരിക്കും. സോ ഇഫ് യു ആർ റൈറ്റിംഗ് ദ റിപ്പിൾ ഫാക്ടർ ഓഫ് ദിസ് ഫിൽറ്റർ, ദർ വിൽ ബി എ കോൺസ്റ്റന്റ്. Constant value is square root 2 approximately. Then we'll have 1/ωω square C1, C2, RL and R. So inversely proportional to the series resistance R, inversely proportional to load resistance RL, and inversely proportional to omega square, and inversely proportional to product of C1 and C2. C1 and C2. അത് കോപ്പി ചെയ്യാം. ഇനി ഒരു ഫിൽറ്ററും കൂടെ നമുക്ക് പറയാനുള്ളൂ, അത് സാധാരണ റെക്ടിഫയർ ആപ്ലിക്കേഷനിൽ ഫിൽറ്റർ ആപ്ലിക്കേഷനിൽ കാണാറില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. മൾട്ടിപ്പിൾ LC ഫിൽറ്റേഴ്സ്. മൾട്ടിപ്പിൾ LC ഫിൽറ്റേഴ്സ്, റൈറ്റ്. അതൊന്നുമില്ല, മൾട്ടിപ്പിൾ LC ഫിൽറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് പാർട്ട് ഉണ്ടാവും LCയുടെ. L1 C1 ഉണ്ടാവും, followed by another L and C. Right? Then we'll have a load. ഇത് L1 C1 എന്ന് വിളിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ L2 C2 എന്ന് വിളിക്കാം. Then load R. അതിന്റെ പ്രൊപ്പോർഷനാലിറ്റി ഒക്കെ നമുക്കറിയാം. LCയുടെ നമുക്ക് രണ്ടിനും ωc2 ωc-യും ωL-നും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു അല്ലെ. റിപ്പിൾ ഫാക്ടർ സാധാരണ നമ്മൾ പറയും 1/പ്രൊപ്പോർഷണൽ ωc ആയിരുന്നു, ഇവിടെയും 1/പ്രൊപ്പോർഷണൽ ωL ആയിരുന്നു അല്ലെ. അപ്പൊ ഈ കേസിൽ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി പറയുന്ന സമയത്ത് പ്രൊപ്പോർഷണൽ ടു നമുക്ക് രണ്ട് കപ്പാസിറ്റൻസസ് ഉണ്ട് ഇവിടെ. സോ 1/ωc1 ωc2, പിന്നെ ഒരു രണ്ട് ഇൻഡക്ടേഴ്സ് ഉണ്ട്, both are appearing in series with the output of rectifier and actual output. So multiplied by ωL1 ωL2, right.
ദെൻ ഒമേഗയുടെ പവർ 4 ആയിട്ട് മാറും. സോ ആർ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. കോൺസ്റ്റന്റ് വാല്യൂ അപ്രോക്സിമേറ്റ്ലി √2/3 ആണ്. ഡെറിവേഷൻസ് ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി കം ആസ് √2/3 and that's equal to 1 by omega power 4 ആവും, right? C1 C2 L1 L2, right? C1 C2 L1 L2. നമ്മൾ എൽ സി പറഞ്ഞ സമയത്ത് എൽ സി ഫിൽറ്ററിന്റെ കേസിൽ റിപ്പിൾ ഫാക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by omega സ്ക്വയർ എൽ സി ആയിരുന്നു. ഒമേഗയുടെ പവർ 2 ആയിരുന്നു പ്രൊപ്പോർഷണാലിറ്റി. അത് 2 സ്റ്റേജസ് നമ്മൾ ഉപയോഗിച്ചപ്പോൾ അതിന്റെ പവർ 4 ആയിട്ട് മാറി. ആർ എൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും ബിക്കോസ് അവർ എൽ സി ഫിൽറ്റർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റിപ്പിൾ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആർ എൽ ആയിരുന്നു, ഇൻഡിപെൻഡന്റ് ഓഫ് ലോഡ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ എൽ സി ഫിൽറ്റർ. ഓക്കെ, അത് കോപ്പി ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ, കപ്പാസിറ്റീവ് ഫിൽറ്റേഴ്സ് ആണെങ്കിൽ, സി ഫിൽറ്റർ ആണെങ്കിൽ ലോ ലോഡ് കറണ്ടിലാണ് അത് നമ്മൾ പ്രിഫർ ചെയ്യാം. എൽ ചോക്ക് ഉണ്ടെങ്കിൽ അത് ഹൈ കറൻസിലാണ് അത് പ്രിഫർ ചെയ്യാം. എൽ സി ഫിൽറ്ററിൽ ഇൻഡിപെൻഡന്റ് ഓഫ് ലോഡ് റെസിസ്റ്റൻസ് ആയിരിക്കും റിപ്പിള്. പിന്നെ ചോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ബ്ലീഡർ റെസിസ്റ്റർ ഉപയോഗിക്കും. ചോക്ക് ഫിൽറ്റേഴ്സ് എപ്പോഴും ഹൈ കറണ്ട് ലെവൽസിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. അതുകൊണ്ട് അത് പ്രിഫർ ചെയ്യുന്നത് ലോ ലോഡ് റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ട്സിലാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അതിന്റെ പ്രൊപ്പോർഷനാലിറ്റി, റൈറ്റ്? ഓക്കെ ആണോ? കോപ്പി ചെയ്തോ നിങ്ങൾ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട് ഫ്രം റെക്ടിഫയേഴ്സ്. കോപ്പി ചെയ്ത് കഴിഞ്ഞോ? മൾട്ടിപ്പിൾ എൽ സി